ഇംഗ്ലീഷിലിതാ ഫൗണ്ടേഷന്റെ ക്ലാസ്സുകൾ കഴിഞ്ഞ് ഞങ്ങൾ നെറ്റ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ബാച്ചുകളൊക്കെ നേരത്തെ തീർത്ത് കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അവരെ കൊണ്ട് ചെയ്യിക്കാന്നുള്ള ഉദ്ദേശത്തോടെ നെറ്റ് ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെ മിക്ക ഫൗണ്ടേഷൻ സ്റ്റുഡൻസും അല്ലെങ്കിൽ CA സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് എന്ത്, ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് എന്തില്ല, സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നടക്കുന്നില്ല എന്നുള്ളതാണ് എക്സാമിന് അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പം അത് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് നമുക്ക് എത്ര പെട്ടെന്ന് ക്ലാസ് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, തീർക്കാം. ഏകദേശം 3 മാസം മുന്നേ നമ്മൾ എന്ത് ചെയ്തു, ക്ലാസ്സൊക്കെ തീർത്തു. എന്നിട്ട് അവർ എന്ത് ചെയ്യാണ്, നൈറ്റ് ക്യാമ്പ് മീൻസ് നമ്മളൊരു 4 മണി മുതൽ ഒരു 11:30 12 മണി വരെ എഫക്റ്റീവായിട്ട് കുട്ടികൾക്ക് ഒരു 7 മണിക്കൂർ എന്ത് ചെയ്യാൻ പറ്റുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. കൂടാതെ നമ്മളിപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ടാർഗറ്റ് കൊടുക്കുന്നുണ്ട് ഇവർക്ക് തീർക്കാൻ. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തവർക്ക് ഒരു ഗിഫ്റ്റ് എന്നുള്ള രൂപം കൂടെ കൊടുക്കുമ്പോൾ അതൊരു പ്രോത്സാഹനമായിട്ട് വരികയാണ്. നാളെ ഇതിനേക്കാൾ കൂടുതൽ മറ്റൊരാൾ ചെയ്യും, മറ്റന്നാൾ അതിനേക്കാൾ കൂടുതൽ വേറൊരാൾ ചെയ്യുന്നുള്ളൊരു കോമ്പറ്റീഷനും കൂടെ അവരുടെ ഇടയിൽ വരികയാണ്. ഇതൊരു എന്റർടൈൻമെന്റ് ആക്കി മാറ്റുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത്, അല്ലെങ്കിൽ അത് മിക്കവാറും നമ്മൾ അക്കൗണ്ട്സ് അതേപോലെ മാത്സ് അത്രയും ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് എന്താക്കുക, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അതില് ലോഡൊക്കെ കേസില് നൈറ്റ് ക്യാമ്പിന് പകരം മോർണിംഗ് ക്യാമ്പുകളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് മോർണിംഗില് ഒരു 4 ഹവേഴ്സോളം മോർണിംഗ് ക്യാമ്പുകളാണ് ലോഡൊക്കെ കേസിൽ തിയറി പേപ്പേഴ്സിന് നടക്കുന്നത്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതിന് കാര്യമായിട്ട് നൈറ്റ് ക്യാമ്പുകൾ എന്നുള്ള രീതിയിൽ. ഇന്നിപ്പോൾ ഞങ്ങളുടെ നൈറ്റ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഈഗിൾസിനെ പറ്റിയിട്ട് ഒരുപാട് നല്ല ഇങ്ങനെ പ്രോബ്ലംസ് തരും, സോൾവ് ചെയ്യും, നല്ല പഠിപ്പിക്കും. പക്ഷേ ഇവിടെ ക്ലാസ് തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, പക്ഷേ നല്ല രീതിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ തന്നെ സാറുമാർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ സ്റ്റഡി ടൈം ആവട്ടെ, സെൽഫ് സ്റ്റഡി ടൈം ആവട്ടെ, ആ ടൈമിൽ എന്തായാലും നല്ല രീതിക്ക് നിങ്ങളെ കോച്ചിങ് തരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം ക്ലാസ് കാരണം ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഒന്നും പഠിച്ചെത്തുന്നില്ല, അങ്ങനെയൊക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പേടിയൊക്കെ മാറി. കാരണം നമ്മളെ പഠിക്കാനായിട്ട് നമ്മളെ ഇരുത്തിക്കാണ് ക്ലാസ്സിൽ. ആരെയും ഇങ്ങനെ പുറത്ത് വിടുക ഒന്നും ചെയ്യുന്നില്ല, എല്ലാവരും ക്ലാസ്സിൽ ഇങ്ങനെ ഇരുത്തി പഠിപ്പിക്കുകയാണ്. 4 സാറുമാരൊക്കെയാണ്, ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ്, നല്ല ഉഷാറായിട്ടുണ്ട് നൈറ്റ് ക്യാമ്പ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന് മുതൽ നൈറ്റ് ക്യാമ്പ് തുടങ്ങിയിരിക്കുകയാണ്. വൈകുന്നേരം 4 മണി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് 11 മണി വരെയാണ് നമുക്ക് നൈറ്റ് ക്യാമ്പ് ഉള്ളത്. അതുവഴി നമുക്ക് ഓരോ സബ്ജക്റ്റും ഇപ്പോൾ ഓരോ ദിവസം എക്സാംസ് ഉണ്ട്. ആ എക്സാംസിൽ നമുക്ക് ഓരോ സബ്ജക്റ്റും വേണ്ടത്ര രീതിയിൽ റിവൈസ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും പേഴ്സണലായിട്ട് നമുക്ക് അറിയാവുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനും, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെൻറ്റേഴ്സ് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. അങ്ങനെ നമുക്ക് എഫക്റ്റീവായ രീതിയിൽ നമ്മുടെ പഠനത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് ഇതുവഴി സാധിക്കുന്നുണ്ട്. അതായത് ഓരോ സ്റ്റുഡൻസിനും തൻ്റേതായിട്ടുള്ള രീതിയിൽ ഓരോ പ്രോബ്ലംസ് മാത്സിലായാലും അക്കൗണ്ടൻസിയിലായാലും ഓരോ പ്രോബ്ലം തൻ്റേതായ രീതിയിൽ തന്നെ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇതുവഴി ഉണ്ടാവുന്നു. അപ്പൊ നമ്മളെ നൈറ്റ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ജാനുവരി 2026 അറ്റംപ്റ്റിന് ഇനിയുണ്ട് 3 മാസം. നമ്മൾ ഇപ്പൊ തന്നെ നൈറ്റ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല സൈലൻസ് ആയിട്ട് നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എക്സാം ഹാളിന്റെ അതേ ഒരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ ഒരു ഇതില്ലാത്ത പോലെയാണ്. കാരണം അത്രയും നമ്മുടെ അടുത്ത് ഇപ്പോൾ 3-4 മെന്റേഴ്സ് ഉണ്ട്. നമുക്ക് കോൺസ്റ്റന്റ് ഡൗട്ട്സ് വരുന്നതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫുൾ ടൈം ഈ നൈറ്റ് ക്യാമ്പ് കഴിയുന്ന 11:30 വരെ അവർ നമ്മുടെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ അത്രയും സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് നമുക്ക് ഒരു പുഷ് കിട്ടുമ്പോൾ നമ്മൾ എത്രത്തോളമാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കേപ്പബിലിറ്റി എങ്ങനെ പുറത്തു വരുന്നു എന്ന് നമുക്ക് തീരെ മനസ്സിലാക്കാൻ പറ്റാത്ത അങ്ങനെ ഞങ്ങളെല്ലാവരും ഇപ്പോൾ വണ്ടർ അടിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് പോലും ഞങ്ങൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ എടുക്കാത്ത എഫേർട്ടാണ് കഴിഞ്ഞൊരു 4 ഹവേഴ്സിനുള്ളിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ആൻഡ് ഇനി ഒരു 2 ഹവേഴ്സ് നമുക്ക് ബാക്കിയുണ്ട്. ആൻഡ് നമ്മൾ അതിൽ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നതാണ്. ആൻഡ് നമ്മുടെ നൈറ്റ് ക്യാമ്പ് ഇപ്പോൾ സെറ്റാണ്, അടിപൊളിയാണ്. ആൻഡ് ഈ 3 മാസം കൊണ്ട് ഉറപ്പാണ് നമ്മളെല്ലാവരും എന്തായാലും പാസ്സാവും. ഇന്ന് ഈഗിൾസിൽ നൈറ്റ് ക്യാമ്പ് തുടങ്ങി. അപ്പോൾ ഒരു 4 മണി തൊട്ട് രാത്രി 11 മണി വരെ നൈറ്റ് ക്യാമ്പാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് ഒരു 6 മണിക്കൂർ കറക്റ്റ് നമുക്ക് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്.
3 മെൻറ്റേഴ്സ് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിനും സാറുമാരുടെ അടുത്ത് വന്ന് ചെക്ക് ചെയ്യണമൊക്കെ ഉണ്ട്. സാധാരണ ഉള്ള ദിവസങ്ങളുടെ അപേക്ഷിച്ചോടെ നോക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് ചെയ്തു പോകാൻ പറ്റും. അതായത് വെറുതെ ടൈം വേസ്റ്റ് ആവണില്ല ഇവിടുന്ന്. കറക്റ്റ് നമ്മൾ പഠിക്കുന്ന ആ ടൈം പ്രോപ്പറായിട്ട് നമ്മൾ പഠിക്കാനും പറ്റുന്നുണ്ട്, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യാനും മെൻറ്റേഴ്സും എല്ലാവരും അപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പഠിച്ച് ക്ലിയർ ചെയ്തിട്ട് ഹോസ്റ്റലിൽ പോകാന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഇന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തന്നെ ചെയ്ത് തീർന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ക്യാമ്പ് പോകുന്നുണ്ട്. നമ്മൾ ഓരോ നൈറ്റ് ക്യാമ്പ് വയ്ക്കുമ്പോൾ ഓരോരുത്തർക്കും എന്ത് ചെയ്യുക, അല്ല ക്ലാസ്സിന് മൊത്തത്തിൽ നമ്മളൊരു ടാർഗറ്റ് കൊടുക്കും. അതായത് ഇത്ര പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ കഴിഞ്ഞ നൈറ്റ് ക്യാമ്പിൽ അക്കൗണ്ട്സിന് സ്റ്റഡി മെറ്റീരിയൽ ഫുൾ ക്വസ്റ്റ്യൻസും പിന്നെ സാറിൻ്റെ മെറ്റീരിയലും MTP ക്വസ്റ്റ്യൻസും ആയിരുന്നു കവർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അത് ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം അയാൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ ഇപ്പം ഈ ആൾക്ക് ഇന്ന് ഗിഫ്റ്റ് കിട്ടി, അതേപോലെ നാളെ ഇത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അതിൻ്റെ വാല്യൂവിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തർ ഇനി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നാളെ ഇവിടെ വരണം എന്നുള്ള രീതിയിലാണ്. അപ്പം ഇന്ന് പ്രതുൽ കൃഷ്ണയ്ക്കാണ് ഫുൾ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ട്